ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഈ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് എവിടെ പോകണമെന്നില്ല. ഞങ്ങൾ എൻ്റെ സിസ്റ്ററിൻ്റെ മോളും എൻ്റെ മോളും കൂടെ ചേർന്ന് ഈ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്ന് പറഞ്ഞേ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് മെയിൻ റോഡാണ്. ബാക്ക് സൈഡ് ഒരു വഴി പോകുന്നുണ്ട്. അത് എന്താണെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡ് ഇതുമാതിരി ചെറിയൊരു വഴിയാണ്, ബൈക്ക് പോണതിൻ്റെ വഴി മാത്രമേ ഉള്ളൂ. അത് എവിടെ പോയി എത്തും? ഇത് ഞങ്ങളുടെ ബാക്ക് സൈഡാണ്, വീടിൻ്റെ ബാക്ക് സൈഡാണ് വരുന്നത്. അപ്പോൾ ഇതെവിടെ പോയി എത്തുമെന്നൊന്നും ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് വഴി. അപ്പോൾ ആ വഴിയുടെ രണ്ട് വശത്തും ഞങ്ങളുടെ ബാക്ക് സൈഡ് ഫുള്ള് വീടാണ്. അങ്ങനെ രണ്ട് വശത്തും നല്ല വീടുണ്ട്. ഒരു കുരിശടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, കുരിശടിയും ഉണ്ട് ഇവിടെ. ഞാൻ എൻ്റെ ബാക്ക് സൈഡൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബാക്ക് സൈഡ് നോക്കിയപ്പോൾ കുരിശടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് സൈഡും ഇങ്ങനെ ചെറിയൊരു റോഡ് പോലെ, റോഡല്ല സിമൻ്റ് ഇട്ട റോഡ് പോലെ ആണെങ്കിലും രണ്ട് ചുറ്റും വീടാണ്. അത് പോയിട്ട് അവർ കണ്ടതൊക്കെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയത് ഒരു പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പച്ചക്കറി അവരവരെ കണ്ടങ്ങളിൽ ഒത്തിരി പച്ചക്കറി നട്ടിട്ടുണ്ട്. അതെനിക്കൊരു സന്തോഷമായിട്ട് തോന്നി. കാരണം അവരവരുടെ കണ്ടങ്ങളിൽ നട്ടിരിക്കുന്നല്ലോ, അതൊരു ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും ചെറിയൊരു സ്ഥലമാണെങ്കിലും അവിടെ പച്ചക്കറി നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ കണ്ടിട്ടാണ് പോണത് കേട്ടോ. ഇങ്ങനെ മുള്ള് കമ്പിയൊക്കെ ഇട്ടിട്ട് കോഴികളൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടാണ് ഈ പച്ചക്കറി തോട്ടവും പയർ, ചീര എന്നിവകൾ ഇതിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ഹാപ്പിയാണ്, കാണാൻ ഒരു സന്തോഷം തോന്നണ ഒരു കാര്യമാണ്. പിന്നെ റബ്ബർ തോട്ടങ്ങളുണ്ട്. ആസ് യൂഷ്വൽ നമ്മുടെ വീടിൻ്റെയൊക്കെ ചുറ്റും കാണും പോലെ തന്നെ നല്ലൊരു വൈബാണ് നമുക്കിത് കാണുമ്പോൾ. ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഫീലിങ്സൊക്കെ ഉണ്ട്. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഒരു സൈഡ് ഗ്രാമത്തിൻ്റെ ആ ഒരു വയലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മറു സൈഡ് നല്ല നല്ല വീടുകളാണ് കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയയാണ്. നമുക്ക് ഈവനിങ് സമയത്ത് അവിടെയൊക്കെ പോയിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ബാക്ക് സൈഡല്ലേ ഈ റോഡ് വരുന്നത്. അപ്പം നമുക്ക് ടൈം പാസിന് ജസ്റ്റ് ഈ പറമ്പിൽ കൂടെ ഒന്ന് ജസ്റ്റ് നടന്നിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ടൈം എൻ്റർടൈൻമെൻറ്റ് പോലെ ആവും. കുറച്ചൊന്ന് ടൈം പാസ് ആയ പോലെയും ഇങ്ങനെ നമ്മളെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിപ്പോ ചേർന്ന പോലെ ഒരു ഫീലിങ്സൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മളിങ്ങ് പോകുന്നത് കേട്ടോ. ഇത് നമുക്കൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇതൊക്കെ ഈവനിങ് ടൈം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നതും ആവും, നമ്മുടെ ഈ കാഴ്ചകളും കണ്ട് നടന്ന് കുഞ്ഞുങ്ങൾക്ക് അത് ഹാപ്പി ആവണം കേട്ടോ. ഞങ്ങളുടെ കൂടെ വന്ന കുഞ്ഞുങ്ങൾക്ക് ഹാപ്പിയാണ്. കാരണം ചെറിയ തോട് ഇപ്പുറത്തെ സൈഡ് കണ്ടോ, വലിയ വലിയ വീടുകളാണ്. ഈ സൈഡ് വയലും പ്രദേശവുമാണ് കണ്ടോ. അപ്പോൾ അവർ ആ സൈഡിൽ തോട്ടിൽ മീനൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹാപ്പിയാണ്, പിള്ളേർക്ക് കാണാനുള്ള ഒരു ഹാപ്പിനെസ്സുള്ള ഒരു ഫീലിങ്സ് ആയിരുന്നു തന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് നടന്ന് നേരെ ഞങ്ങൾ അങ്ങനെ ചുറ്റി ഒരു മെയിൻ റോഡേ വന്ന് ബാക്കിൽ കൂടെ ചുറ്റി എത്തിയത് മെയിൻ റോഡ്. പക്ഷേ ഞങ്ങൾ ഫ്രണ്ട് വഴിയെ വരുമ്പോൾ ഇതിൻ്റെ മെയിൻ റോഡ് ആണ് വരുന്നത് കേട്ടോ. ഈ മെയിൻ റോഡാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത്, മെയിൻ റോഡാണ്. ബാക്ക് സൈഡാണ് നമ്മൾ ഈ വയൽ കണ്ടത് കേട്ടോ. ഈ മെയിൻ റോഡാണ് ഞങ്ങൾക്ക് കയറുമ്പോൾ ആദ്യം തന്നെ വരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇത് നേരത്തെ എടുത്ത വീഡിയോസായിരുന്നു. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ബാക്ക് സൈഡിൻ്റെ ഒരിക്കൽ കൂടെ ഞാൻ കാഴ്ചകൾ കാണിച്ചതാണ്. നമ്മുടെ ഈ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ തോട്ടങ്ങളും കാര്യങ്ങളുമാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നതാണ് മെയിൻ റോഡ്. ഇതുപോലത്തെ കാര്യങ്ങളാണ് ബാക്ക് സൈഡും, ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡും. ഇത് മെയിൻ റോഡ് ഫ്രണ്ട് സൈഡുമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ നടന്ന് ചുറ്റി എത്തി, മെയിൻ റോഡെത്തി. നമ്മൾ നേരെ പോകുന്നത് ഇനി വീട്ടിലോട്ടാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലോട്ടെത്തി. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളിങ്ങനെ തോട്ടവും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലുള്ള നമ്മുടെ പറമ്പും തോട്ടമൊക്കെ കണ്ട് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ പോയി ഇത് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹാപ്പിയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ടാറ്റാ.